എത്ര വലിയ ശ്രേഷ്ഠതയുള്ള ആളുകളായിക്കോട്ടെ, റസൂലായിക്കോട്ടെ, വലിയായിക്കോട്ടെ, മലക്കായിക്കോട്ടെ, അവരുടെ ശ്രേഷ്ഠത കുറച്ച് കാണല്ല. ഇത് പറയുമ്പോൾ ഔലിയാക്കന്മാരവർ ചീത്ത പറയാണ്, അവരനാദരിക്കാൻ. അവരുടെ ശ്രേഷ്ഠത കുറയ്ക്കുകയല്ല, മറിച്ച് ഇബാദത്ത് റബ്ബിൻ്റെ മാത്രം അവകാശമാണ്. അത് റബ്ബിനെ കൊടുക്കാവൂ. റസൂലിൻ്റെ അവകാശങ്ങളുണ്ട്. റസൂലിനെ സത്യപ്പെടുത്തുക, റസൂലിനെ അനുസരിക്കുക, റസൂലിനെ പിൻപറ്റുക, എല്ലാ വിഷയത്തിലും മാതൃകയാക്കുക. റസൂലിൻ്റെ ഹക്ക് അള്ളാഹുവിൻ്റെ ഹക്ക്, അള്ളാഹുവിൻ്റെ ഹക്ക് അള്ളാഹുവിനെ കൊടുക്കാവൂ. അപ്പോഴേ നമ്മൾ അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്താനാവുകയുള്ളൂ. നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്, നമുക്ക് നമ്മുടെ വാപ്പാനോടൊരു ഹക്ക് ഉണ്ടാവും, മകനോടൊരു ഹക്ക് ഉണ്ടാവും. വാപ്പാനുള്ള ഹക്ക് നമ്മൾ കൃത്യമായും പരിപൂർണമായിട്ടും മകന് കൊടുത്താലോ, മകനോടുള്ള ഹക്ക് പരിപൂർണമായിട്ട് വാപ്പാക്ക് കൊടുത്താലോ, അതൊരിക്കലും ബുദ്ധിയുള്ള ഒരാൾ ഒരിക്കലും അവന് ചിന്തിക്കാൻ പറ്റുന്ന, അവന് പറ്റുന്നൊരു കാര്യമാണെന്ന് അംഗീകരിക്കാൻ ഒരവസ്ഥയാണത്. ഇത് അള്ളാഹുവിൻ്റെ വിഷയമാണ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്, നമ്മുടെ ആ പരലോകത്തിൻ്റെ വിഷയമാണ്. ഈ വിഷയത്തിന് വേണ്ടിയിട്ടാണ്, ഇതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ നാട്ടുകാരെ തൃപ്തി വേണ്ടെന്ന് വെച്ചത്, കുടുംബക്കാരുടെ തൃപ്തി വേണ്ടെന്ന് വെച്ചത്. എല്ലാവർക്കും പ്രിയങ്കരനായിരുന്ന, എല്ലാവരാലും ആദരിക്കപ്പെട്ടിരുന്ന, എല്ലാവരാലും ഇഷ്ടപ്പെട്ടിരുന്ന അൽ അമീൻ എന്ന് അവർ വളരെ സ്നേഹത്തോടു കൂടി വിളിച്ചിരുന്ന മുഹമ്മദ് ഇബ്നു അബ്ദില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹം തൻ്റെ കുടുംബക്കാർക്കിടയിലും നാട്ടുകാർക്കിടയിലും എല്ലാവർക്കിടയിലും വളരെ വൃത്തികെട്ട അഭിസംബോധനകൾ കേൾക്കേണ്ടി വന്നൊരവസ്ഥ എത്തിയത് ഇത് പറഞ്ഞതിനാണ്. അതല്ലാതെ മക്കക്കാരോട് നിങ്ങൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അതിന് യാതൊരു പ്രശ്നം ഉണ്ടാവില്ല. കാരണം അവർ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നവരാണ് മുമ്പേ. അള്ളാഹുവിനെ നിങ്ങൾ ദ്വാ ചെയ്യണമെന്ന് പറഞ്ഞാൽ അവർക്കതിൽ യാതൊരു പ്രശ്നം ഉണ്ടാവുമായിരുന്നില്ല. പക്ഷെ അവരോട് പറഞ്ഞത് അള്ളാഹുവിനോട് ദ്വാ ചെയ്യണമെന്നല്ല, അള്ളാഹുവിനോടേ ദ്വാ ചെയ്യാവൂ എന്നാ പറഞ്ഞത്. ബാക്കി ആരെയും നിങ്ങൾ ദ്വാ ചെയ്യരുത്, വിളിക്കരുത്, തേടരുത്, പ്രാർത്ഥിക്കരുത്. ഇത് പറഞ്ഞതിനാണ് പ്രശ്നം ഉണ്ടായത്. ഇത് പറഞ്ഞതിനാണ് അവിടെ നാട്ടിൽ നിന്ന് സ്വന്തം കുടുംബക്കാർ, ഏറ്റവും അടുത്ത വേണ്ടപ്പെട്ടവർ കൊല്ലാൻ നോക്കിയപ്പോഴാണ് എന്ത് ചെയ്തത്? അള്ളാഹു സുബ്ഹാനഹു വ തആല മദീനയിലേക്ക് ഹിജ്റ പോകാൻ അനുവാദം കൊടുത്തത്. എന്തിന്? അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാൻ പറഞ്ഞതിനല്ല, മറ്റാരെയും ഇബാദത്ത് ചെയ്യരുതെന്ന് പറഞ്ഞതിന്. അതുകൊണ്ടല്ലേ മക്കക്കാരുടെ വാക്കായിട്ട് അള്ളാഹു ഖുർആൻ എടുത്തു പറയുന്നത് അജഅലൽ ആലിഹത ഇലാഹൻ വാഹിദ ഇന്ന ഹാദാ ലശൈഉൻ ഉജാബ്. എല്ലാ ആരാധന്മാരെയും ഈ മുഹമ്മദ് ഒറ്റൊരു ആരാധനാക്കുകയാണോ? ആരെയും പ്രാർത്ഥിക്കരുത്, ഒരാളെ പ്രാർത്ഥിക്കാവൂ. ഇന്ന ഹാദാ ലശൈഉൻ, എത്ര അത്ഭുതകരമായിട്ടുള്ള കാര്യവും പറയുന്നത് എന്ന് മക്കക്കാർ കളിയാക്കി പറഞ്ഞത് അള്ളാഹു ഖുർആൻ എടുത്തു കൊടുക്കുകയാണ്. ഒരു ഇലാഹും പാടില്ല, മറ്റ് വിളിച്ച് തേടാനുള്ള ഒന്നും പാടില്ല, അള്ളാഹു മാത്രം.